നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോമൻ, വിധു, ഇന്ദു ഇവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? ഓപ്ഷൻ എ ആണ് ചന്ദ്രൻ. തെറ്റായ പദം ഏത്? ഐച്ഛികം ശരിയാണ്, യാദൃച്ഛികം ശരിയാണ്, അനാച്ഛാദനം ശരിയാണ്. തെറ്റായിട്ടുള്ളത് വൃശ്ചികമാണ്. നാഗം എന്നതിൻ്റെ വിപരീത പദം. നാഗത്തിൻ്റെ വിപരീതം നരകമാണ്. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി ആണ് കൃതകൃത്യ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓരോരുത്തർക്കും പ്രത്യേകമായി ഓരോ പുസ്തകം കൊടുക്കണം. തെറ്റാണ്. ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഓരോ പുസ്തകം കൊടുക്കണം. അത് തെറ്റാണ്. ഓരോരുത്തർക്കും പ്രത്യേകമായ പുസ്തകങ്ങൾ കൊടുക്കണം. തെറ്റാണ്. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. ഇതാണ് ശരിയായിട്ടുള്ളത്. നിദ്വാനം എന്ന പദത്തിൻ്റെ അർത്ഥം ശബ്ദമാണ്. എരിതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏത്? ഓപ്ഷൻ എ ആണ് ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പെങ്ങൾ. ജഗത് മനസ്സ് പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി ആണ് ജഗത് അധികം മനസ്സ്. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ സി ആണ് ആശിച്ചു കാലം കഴിക്കുന്നവൻ. പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ സി ആണ് പ്രേക്ഷക. നിഷ്ഫല യത്നം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് കാകദന്ത ഗവേഷണം. നിരാമയം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത് രൂപം എഴുതുക. ഓപ്ഷൻ ഡി ആണ് നിർ അധികം ആമയം. സമത എന്ന വാക്കിൻ്റെ സമാന അർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തുല്യത. 12 വർഷക്കാലം എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ ആണ് വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം. ഓപ്ഷൻ സി ആണ് ചൊന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് അഷ്ടമുഷ്ടി. മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ഈ വരികളുടെ സമാന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ ഡി ആണ് പാലോട് ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷാ പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് പ്രാകൃതമായ. താഴെ കൊടുത്തവയിൽ കാട് എന്ന പദത്തിൻ്റെ പര്യായ പദക്കൂട്ടം ഏത്? ഓപ്ഷൻ സി ആണ് കാനനം, ഗഹനം, വിപിനം. ഹൃദം എന്ന വാക്കിൻ്റെ സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കയം. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ ആണ് ഉപോദ്ബലകം. കൺസിലിയേഷൻ എന്ന പദത്തിൻ്റെ കൃത്യമായ വിവർത്തനം. ഓപ്ഷൻ എ ആണ് അനുരഞ്ജനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആശയങ്ങളാൽ ആശാൻ്റെ ഗഹനമായ കവിത സമ്പുഷ്ടമാണ്. തെറ്റാണ്. ആശയങ്ങളാൽ സമ്പുഷ്ടമാണ് ഗഹനമായ ആശാൻ്റെ കവിത. തെറ്റാണ്. ആശാൻ്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. ഇതാണ് ശരിയായിട്ടുള്ളത്. മാടമ്പി എന്നതിൻ്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി ആണ് കെട്ടിലമ്മ. ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദം വിപത്തി ധൈര്യമാണ്. ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്നർത്ഥം വരുന്ന ശൈലി പാഷാണത്തിൽ കൃമി. വെണ്മ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി ആണ് വെൾ അധികം മാ. നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് നിഴലിനോടുള്ള യുദ്ധം. കൗമുദി, ജ്യോത്സ്ന എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? നിലാവാണ്. ശരിയായ പദം ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് ആച്ഛാദനമാണ്. ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്നർത്ഥം വരുന്ന വരാത്ത പദം. വരാത്തത് അശ്മകമാണ്. ചുവപ്പ് എന്നതിന് സമാനമായ പദം ലോഹിതമാണ്. താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങളാണ്.
ഓപ്ഷൻ എ ആണ് പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങളാണ് പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. എതിർലിംഗം എഴുതുക. വിധവ. വിധവയുടെ എതിർലിംഗം വിതുരനാണ്. ഓപ്ഷൻ സി ആണ്. അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. ഓപ്ഷൻ ഡി ആണ് കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. ആപ്പു കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി ആണ് ഒരുങ്ങുക. പിരിച്ചെഴുതുക. വെണ്മ. വെൾ അധികം മ. ഒറ്റ പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഓപ്ഷൻ സി ആണ് സുഗരം. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുഗരം. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. ഫസ്റ്റ് വരുന്നത് ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുകയുള്ളൂ. ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്ത്? ഓപ്ഷൻ സി ആണ് ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ ആണ് സ്വൈര്യം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ അധികം ഇടം. ഓപ്ഷൻ ബി ആണ് അവിടം. ആ അധികം ഇടം അവിടം. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം എന്ത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. തക്ക സമയത്ത് പ്രയോജനപ്പെടുക. പിരിച്ചെഴുതുക. വിണ്ടലം. വിണ്ടലം പിരിച്ചെഴുതുമ്പോൾ വിൺ അധികം തലം. ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. കന്ദരം എന്നാൽ ഗുഹ, കന്താരം എന്നാൽ പേരാൽ. വിപരീത പദം എടുത്തെഴുതുക. ഉത്കർഷം. ഉത്കർഷത്തിൻ്റെ വിപരീതം അപകർഷം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പര്യായ പദം എഴുതുക. ആരാമം. ആരാമത്തിൻ്റെ പര്യായം പൂന്തോട്ടം, ഉദ്യാനം. അയണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. ഓപ്ഷൻ സി ആണ് വിപരീതാർത്ഥ പ്രയോഗം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ശിപാർശ. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം. ഓപ്ഷൻ സി ആണ് വിഷണ്ണനായിരിക്കുക. സർവം ആത്മാവായി കരുതുന്നവൻ. ആത്മയാജിയാണ്. മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം. ഓപ്ഷൻ എ ആണ് ഗൗണം. ങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല്. ഓപ്ഷൻ സി ആണ് കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക. വിലേശയമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ വെൾ അധികം മായാണ്. വാരണ, വ്യാള, ഭല്ലൂക വൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ എന്ന വരിയിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം. ഓപ്ഷൻ സി ആണ് കരടി. ദിക് അധികം നാഗൻ, ദിക് നാഗനാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായിട്ടുള്ളത് PSC കൊടുത്തിരിക്കുന്നത് അപരാധിയാണ്. അതിഥിയും ശരിയായിട്ടുള്ളതാണ്. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ജനനിയാണ്. ഓപ്ഷൻ സി ആണ്. മേദിനി, അവനി, ധരണിയൊക്കെ പര്യായ പദങ്ങളാണ്. അങ്കുശം എന്നതിൻ്റെ വിപരീത പദം ഏത്? നിരങ്കുശമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. കൺ അധികം നീർ ചേർത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് കണ്ണീർ. ശരിയായ വാക്യം ഏത്? മുതിർന്നവരെ നാം ബഹുമാനിക്കണം. ഇതാണ് ശരിയായിട്ടുള്ളത്. പ്രത്യുപകാരം പിരിച്ചെഴുതുക. പ്രതി അധികം ഉപകാരമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ആസ് ദ സീഡ്
സോ ദ സ്പ്രോട്ട്. താഴെ കൊടുത്തവയിൽ സമാന പരിഭാഷ. ഓപ്ഷൻ ഡി ആണ് വിത്ത് ഗുണം 10 ഗുണം. ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കവി. കവിയുടെ സ്ത്രീലിംഗം കവയിത്രിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം. ഓപ്ഷൻ സി ആണ് ആൺകുട്ടികൾ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്.